തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴട്ടോണം കൗൺസിലർ സുഗതന് 6 മാസത്തെ അവധി കൊടുത്ത ഒരു ഉത്തരവ് കേരള ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായി. ഡോക്ടർ ചിത്ര പി എന്ന തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറിയാണ് ആ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അവരെ സർക്കാരിന് വിരുദ്ധമായ ഒരു നടപടി ചെയ്തതിന് അവരെ ഇന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നമുക്കറിയാം 101 കൗൺസിലർമാരുള്ള ആ സ്ഥലത്ത് 51 പേരുടെ പിന്തുണ BJPക്ക് ഉണ്ട്. അതിൽ ഒരാൾ വാഴട്ടോണം കൗൺസിലർ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിനെതിരായി കുറേ കേസുകൾ എടുക്കുകയുണ്ടായി. ആ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കാപ്പ കേസ് പ്രതിയാക്കി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞപ്പം ഈ പ്രതിയായ കാപ്പ കേസിൽ പ്രതിയായ അദ്ദേഹത്തിനെതിരായി 4-5 കേസുകളുണ്ടെങ്കിലും അറ്റംപ്റ്റ് ടു മർഡർ വരെ കേസുകളുണ്ടെങ്കിലും വാഴട്ടോണത്തെ പ്രബുദ്ധരായ ജനങ്ങൾ അദ്ദേഹത്തിനെ വിജയിപ്പിച്ചു. അദ്ദേഹത്തിനെ കൗൺസിലറാക്കി. അദ്ദേഹം കോർപ്പറേഷൻ വന്ന് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഏകദേശം 20 പേര് സത്യപ്രതിജ്ഞ അത് ഭരണഘടനാപരമല്ല എന്ന് ഹൈക്കോടതി അതിനെ വിമർശിച്ചു. അതിനുശേഷം 20 പേരുടെ സത്യപ്രതിജ്ഞ ക്യാൻസൽ ചെയ്തു. തുടർന്ന് അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. കാരണം പലരും ഈശ്വരാമത്തിലോ അഖണ്ഡതയിലോ ഒന്നുമല്ല, അവരാരാധിക്കുന്ന ചില വ്യക്തികളുടെ പേരിലൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത്. അതുകൊണ്ട് അത് ഇൻവാലിഡായി 20 പേരെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്തു. 19 പേര് സത്യപ്രതിജ്ഞ നടത്തുകയും ഈ സമയത്ത് കാപ്പ കേസിൽ അറസ്റ്റായ സുഗതൻ ജയിലിലായതുകൊണ്ട് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കൗൺസിലറെ എന്നുള്ള സ്ഥാനം നഷ്ടമാകും. അതോടെ BJPയുടെ ഭരണം അവിടെ ഭൂരിപക്ഷമില്ലാതെ രാജിവെച്ച് പോകേണ്ടിയും വരും. അതുകൊണ്ട് BJP അദ്ദേഹത്തിനെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുകയും ജയിലിൽ വെച്ച് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ടെങ്കിലും ശരി, ഒരു കേസിനകത്തും കൺവിഷനില്ല, ശിക്ഷയില്ല. അതുകൊണ്ട് അതൊരു കുറ്റവാളിയാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാപ്പ കേസ് എടുത്തത്. അതൊരു പ്രിവെൻറ്റീവ് അറസ്റ്റ് മാത്രമേ ഉള്ളൂ. ഏതായാലും സത്യപ്രതിജ്ഞയ്ക്ക് നിയമപരമായ യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ജയിലിൽ പോയി മേയർ സത്യപ്രതിജ്ഞാവാദകം ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം അത് ഏറ്റുപറഞ്ഞ് അവിടുത്തെ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തു. കൗൺസിൽ മീറ്റിംഗ് പങ്കെടുത്തതിൻ്റെ വീണ്ടും അദ്ദേഹം ഡിസ്ക്വാളിഫൈ ആകുന്നതുകൊണ്ട് കൗൺസിലർ ലീവ് എടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുകയും അതേപ്പറ്റി അവിടുത്തെ സൂപ്രണ്ട് ഒരു ലെറ്റർ ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും ഗവൺമെൻറ് ആ ലെറ്റർ മേയർ അയച്ചു കൊടുത്തതായതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരെ അതിൻ്റെ KM ഷാജിയുടെയും വകുപ്പ് സെക്രട്ടറിക്കും അയച്ചു കൊടുത്തു. അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് മന്ത്രിയായ ഷാജി അത് കണ്ടു. അദ്ദേഹം അത് അവരുടെ വകുപ്പ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു. വകുപ്പ് സെക്രട്ടറി അത് ഈ കേസിലെ തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര പി അയച്ചു കൊടുത്തു. ചിത്ര പി അവിടെ ലീവ് എടുക്കുന്നതിന് തടസ്സമില്ല. 6 മാസത്തെ ലീവ് കൗൺസിലിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കും എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന ആ ലെറ്റർ താഴെ വന്നപ്പം മേയർ 6 മാസത്തെ ലീവ് അനുവദിച്ചുകൊണ്ട് അത് കൗൺസിലിൽ വോട്ടിനിട്ട് പാസ്സാക്കുകയും ചെയ്തു. ഇതോടുകൂടി ഡോക്ടർ ചിത്ര പി അവർ ഗവൺമെൻറ്റിന് പോളിസിക്കെതിരായിട്ടാണ് അവർ ഉപദേശം കൊടുത്തതെന്നും ഉത്തരവിറക്കിയതെന്നും ഉള്ള വാർത്ത പുറത്തേക്ക് വന്നു. അവരെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ ചിത്ര പി KS സ്റ്റാഫാണ്. കാരണം കേരളത്തിലെ ആദ്യമായിട്ട് നടപ്പാക്കിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IASൻ്റെ ഇക്വലൻ്റായ സൈറ്റിൽ ക്ലാസ് 1 ഓഫീസർമാരായി PSC ടെസ്റ്റ് നടത്തി
ഇവരെ പോസ്റ്റ് ചെയ്തതിൽ ആദ്യത്തെ സസ്പെൻഷനാണ് ഡോക്ടർ ചിത്ര പി അരുണ്. കാരണം 10-20 പേരെ അങ്ങനെ സർക്കാരിൻ്റെ ക്ലാസ് 1 പോസ്റ്റിങ്ങിലേക്ക്, ക്ലാസ് 1 ലെവലിലേക്ക് അവരെ ഓഫീസർമാരായിട്ട് പോസ്റ്റ് ചെയ്തെങ്കിലും ആരും ഇതുവരെ സസ്പെൻഷന് വന്നിട്ടില്ല. അവർക്ക് പരിചയക്കുറവുണ്ടാകാം. കാരണം അവരെ ഡയറക്റ്റായിട്ട് IAS കേഡറിലേക്ക് അവരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പുതിയ ഒരു പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അവരെ നിയമിച്ചതാണ്. അതുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തി ഒരു പക്വതയില്ലാത്ത, അല്ലെങ്കിൽ വിധേയമല്ലാത്ത, അല്ലെങ്കിൽ ഗവൺമെൻറ് വിധേയത്വമില്ലാത്ത രീതിയിലാണ് എന്നുള്ള വാർത്തകൾ വന്നു. എന്തായാലും ഗവൺമെൻറ് അത് വലിയ ക്ഷീണമായിപ്പോയി. ഏതായാലും 6 മാസം ലീവ് അനുവദിച്ചുകൊണ്ട് തൽക്കാലം അവിടെ വാഴത്തോണം കൗൺസിലർക്ക് അയാളുടെ മെമ്പർഷിപ്പ് നഷ്ടമായില്ല. മേയർ ഇത് ശാന്തമായി എന്ന് കരുതി അദ്ദേഹം ഏകദേശം 8-10 രണ്ടാഴ്ചത്തെ ടൂറിന് അമേരിക്കയിൽ പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ സ്വീകരണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം 8-10 ദിവസം താമസിച്ച ശേഷം മടങ്ങി വരും. കാരണം ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. 6 മാസത്തെ ലീവ് അനുവദിച്ചുകൊണ്ട് അടുത്ത കൗൺസിൽ യോഗത്തിലൊന്നും അദ്ദേഹം അപ്പിയർ ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെടില്ല. കോർപ്പറേഷനിലെ മെജോറിറ്റി നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നു. ഇപ്പം ഡോക്ടർ ചിത്ര പി അവർ അണ്ടർ സെക്രട്ടറിയാണ്. അവർക്ക് അങ്ങനെ ഒരു ഉത്തരവിടാനോ സജസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടോ എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വെളിയിൽ വരുന്നുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ ഉണ്ടാവും. കാരണം അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ടി വരും. അതിന് തക്കതായ കാരണങ്ങൾ ഇല്ലെങ്കിൽ അവരെ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്.